ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ ഗൈസ്? ഞാനിപ്പോൾ അമ്പലപ്പറമ്പിലാണ് ഗൈസ്. അമ്പലപ്പറമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിനടുത്തുള്ള ആനക്കൽ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ 10ാമത് മഹോത്സവമായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ 26-ാം തീയതി. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് ജസ്റ്റ് ലേറ്റ് ആയിപ്പോയി, കാരണം ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജസ്റ്റ് ബിസി ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എല്ലാ വർഷത്തെ പോലെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് നാദസ്വരം, കാവടിയാട്ടം, പിന്നെന്തോ കുമ്പംകളിയോ അങ്ങനെ എന്തോ കരകാട്ടം അങ്ങനെ എന്തോ പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് സംഭവം എന്താണെന്നൊന്നും മനസ്സിലായിരുന്നില്ല. ഈ നമ്മുടെ പാണ്ടിപ്പട സിനിമയിൽ സലീം കുമാർ പുല്ല് വേഷത്തിൽ വരില്ലേ, അപ്പോൾ ആ ഒരു പെൺകുട്ടിയായിട്ടുള്ള കോൺവെർസേഷനിൽ അങ്ങനെ പറയില്ലേ, പുലിയാട്ടം പാത്രക്ക് മയിലാട്ടം പാത്രക്ക് ഇനി ഇത് തന്നെ ആട്ടം, അതുപോലെ ഏതോ ഒരു ആട്ടമായിരുന്നു സംഭവം. ജസ്റ്റ് കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് വിശക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബജി വാങ്ങിക്കാമെന്ന് വെച്ചു. ബജി പിന്നെ കോളിഫ്ലവർ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളത് കുറച്ച് നേരം അത് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം ഞങ്ങളതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും തിന്നാനായിട്ട് വാങ്ങിക്കേണ്ട അമ്പലപ്പറമ്പിൽ എന്തായാലും പോയി കഴിഞ്ഞാൽ അപ്പോൾ പൊരിയും മധുരസേവയും പിന്നെ അതിനിടയിൽ കരിമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരിമ്പ് വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നു. ജസ്റ്റ് ഞങ്ങൾക്കൊരു സ്ലോപ്പ് പോലെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക്. പിന്നെ മുകളിലേക്ക് കയറി വന്നപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഡാൻസ് കളിക്കില്ല. വീടിനപ്പുറം മാറി കഴിഞ്ഞാൽ മാത്രം ഞാൻ ഡാൻസ് കളിക്കുള്ളൂ ഗൈസ്. അങ്ങനെയുള്ളവരെന്തെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കുറച്ച് നേരം പിള്ളേർ എന്നല്ലിട്ട് എൻ്റെ കൂടെ പഠിച്ചവരാണ് ആകുന്ന ഡാൻസ് ഒക്കെ കളിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ.